ഹായ് ഗായ്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 3D ഒബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ഒരു കർവിലേക്ക് ഇങ്ങനെ ആ കർവ് ഫോളോ ചെയ്ത് ഇങ്ങനെ വിടാമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനായിട്ട് ഫസ്റ്റ് ഇവിടെ ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മോഡൽ ഈ വ്യൂ പോയിൻറ്റിൻ്റെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് സെൻറ്ററിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ മോഡൽ എഡിറ്റ് മോഡ് എടുക്കുന്നു, ഓൾ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് എസ്, സെലക്ഷൻ ടു കർസർ. ഓക്കെ, ഇപ്പോൾ മോഡൽ സെൻറ്ററിലേക്ക് സ്നാപ്പ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് എഡിറ്റ് മോഡിലൊന്ന് മൂവ് ചെയ്തിങ്ങനെ വെക്കുവാണ്, അതായത് ഗ്രൗണ്ട് പ്ലെയിൻ്റെ ലെവലിൽ വെച്ചു. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പിവറ്റ് പോയിൻറ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം, എന്നാലേ ഉള്ളൂ കർവ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പിവറ്റ് പോയിൻറ്റ് സെൻറ്ററിൽ കൊണ്ടുവരാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സെറ്റ് ഒറിജിൻ ടു 3D കർസർ. ഓക്കെ, ഇപ്പോൾ ഒറിജിൻ അതായത് നമ്മുടെ മോഡലിലെ പിവറ്റ് പോയിൻറ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മോഡൽസിന് കുറച്ച് ലൂപ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർവിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വിടുമ്പോൾ ബെൻഡ് വരും. അപ്പോൾ ബെൻഡ് വരുമ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി മോഡൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു പാത്ത് വരയ്ക്കണം, അതായത് ഇത് കർവ് ചെയ്ത് വിടാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മോഡലൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു, ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, അതിൽ കർവിൽ പാത്ത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പാത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ പാത്ത് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്ത് വലുതാക്കി ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിന് കർവ് ആഡ് ചെയ്യണം. കർവ് ആഡ് ചെയ്യാനായിട്ട് ഈ പാത്തിൽ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നു. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു കർവ് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് ഇതിന് ലെങ്ത് കൂട്ടണമെങ്കിൽ ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇ, എക്സ്ട്രൂഡ് ഇ. കണ്ടോ, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കർവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് മൂവ് ചെയ്ത് വ്യൂ പോർട്ടിൻ്റെ സെൻറ്ററിലേക്കൊന്ന് ഇങ്ങനെ വെച്ചു. കണ്ടോ, ഒരു കർവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത മോഡൽ അൺഹൈഡ് ചെയ്യാം. അതാണ് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മോഡൽ. ഓക്കെ, അപ്പം അടുത്ത നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ കോപ്പീസ് എടുക്കണം. അപ്പോൾ ഇതിന് നമ്മൾ അറേ മോഡിഫയർ എടുക്കാൻ വേണ്ടി ആഡ് മോഡിഫയറിൽ പോകുന്നു, അവിടെ ജനറേറ്റ് അറേ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഒരു കോപ്പി ഓട്ടോമാറ്റിക് ആഡായി. അപ്പോൾ നമ്മൾ സീംലെസ് ടെക്സ്ചർ യൂസ് ചെയ്താലേ ഉള്ളൂ ടെക്സ്ചർ ഇങ്ങനെ കട്ടില്ലാതെ പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ കൗണ്ട് 5 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 5 ആഡായി. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആക്സിസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പം ഞാൻ എക്സ് ആക്സിസിലാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ വൈ ആക്സിസിലാക്കി ഇറക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരും. അതായത് ചിലപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും മൂവ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആക്കാനായിട്ട് ഈ ഫാക്ടറിൽ പോവുക, നിങ്ങൾക്ക് ഏത് ആക്സിസിലാണോ മൂവ് ചെയ്യേണ്ടത് അവിടെ 1 കൊടുക്കുക, ബാക്കി എല്ലായിടത്തും 0 കൊടുക്കുക. കണ്ടോ, എനിക്കിപ്പോൾ എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ് കറക്റ്റായിട്ട് ഞാൻ 1 കൊടുത്തു, ബാക്കിയെല്ലാം 0 കൊടുത്തു. ഇനിയിപ്പോൾ എനിക്കൊരു 25 കൊടുത്താൽ കണ്ടോ 25. ഇനിയിപ്പോൾ ഞാൻ ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ 10. അത് എത്രയാണെന്ന് വെച്ചാൽ കൗണ്ടിങ് ഇൻക്രീസ് ആവും. ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെങ്ത് എടുക്കാനായിട്ടൊരു 20 കൊടുക്കുന്നു. കണ്ടോ, 20 കൊടുത്തു, അത്ര ആഡായി. ഓക്കെ, അടുത്ത നമുക്ക് ഈ ഒരു 3D മോഡൽ നമുക്ക് ഈ കർവിലേക്ക് ഫോളോ ചെയ്യണം. അപ്പോൾ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മോഡൽ സെലക്ട് ചെയ്യുന്നു, ആഡ് മോഡിഫയറിൽ പോകുന്നു. ഈ തവണ നമ്മൾ ഡിഫോമിൽ പോകുന്നു. ഡിഫോമിൽ പോയിട്ട് കർവ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, കർവ് സെലക്ട് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്കപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കർവ് ഒബ്ജക്റ്റ് എന്നുള്ളത് ഒരു ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിൽ ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ കർവിൻ്റെ അടുത്ത് വരുമ്പോൾ കണ്ടോ ഒബ്ജക്റ്റ് കാണിക്കും. ഈ ഒരു കർവിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, പെട്ടെന്ന് തന്നെ ആ ഒരു മോഡൽ കർവിലേക്ക് സ്നാപ്പായി. കണ്ടോ, ഇത്ര സിമ്പിളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് പഴയ ഒരു പൊസിഷനിലേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു കർവ് മോഡിഫയറിൻ്റെ ഇവിടെ പോയിട്ട് ഈ ഒരു 2 ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കണ്ടോ, അപ്പോൾ ആ ഒരു കർവിൽ എഡിറ്റ് മോഡിലും നമുക്ക് ഈ ഒരു പ്രിവ്യൂ കിട്ടും. ഇപ്പോൾ എനിക്കിത് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾ സെലക്ട് ചെയ്യുന്നു, ജി പ്രസ് ചെയ്യുന്നു, എക്സ് പ്രസ് ചെയ്യുന്നു. കണ്ടോ, എനിക്കിങ്ങനെ മൂവ് ചെയ്യാം, ഇഷ്ടമുള്ള പൊസിഷനിൽ കൊണ്ടുവെക്കാം. കണ്ടോ, ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു കർവ് യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്തിൽ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് 3D മോഡലാണെങ്കിലും അത് ഫോളോ ചെയ്ത് വിടാമെന്നാണ്. ഓക്കെ, അപ്പം വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.